നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ എൻ്റെ എന്താ പറയുക കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. അത് നിങ്ങളൊന്ന് കാണുക, എന്നിട്ട് നിങ്ങൾ അതൊന്ന് ക്വസ്റ്റ്യൻ ആക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു. കുറേ പേര് അത് ചെയ്തു കേട്ടോ. അപ്പം നമ്മളെ എങ്ങനെ നമുക്ക് അറിയുന്ന ഇംഗ്ലീഷ് പറയാൻ പറ്റും എന്നുള്ള ഒരു സീരീസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ പലരും പങ്കെടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് പേര് പിറകോട്ട് വലിയുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അത് പാടില്ല. നമ്മൾ പഠിക്കണം. പഠിക്കാൻ വേണ്ടി ഇറങ്ങിയവരാണ് എങ്കിൽ പഠിച്ച് തന്നെ അവസാനിപ്പിക്കണം. അപ്പം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം, ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഇന്ന് നമ്മൾ അത് പഠിക്കുന്നത് അങ്ങനെയാണ്. ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ് ചെയ്തത്, നിങ്ങൾ ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് ആക്ക് എന്ന്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോവാണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതെന്ന്. ക്വസ്റ്റ്യൻ ആക്കാൻ ഒരു സ്ട്രക്ചർ ഉണ്ട്. അപ്പം നിങ്ങൾ അതൊന്ന് ഓർത്ത് വെക്കുക. ക്വസ്റ്റ്യൻ ആക്കാനുള്ള സ്ട്രക്ചർ ഇതാണ്. ഒരു WH വേർഡ് വേണം, പിന്നെ ഒരു ഓക്സിലറി വേണം, പിന്നെ സബ്ജക്റ്റ് വേണം, ആഫ്റ്റർ ദാറ്റ് വേർബ് വേണം. എന്താണ് ആദ്യം? ഒരു WH വേർഡ് വേണം, ഓക്സിലറി വേണം, സബ്ജക്റ്റ് വേണം, വേർബ് വേണം. അപ്പോ ഈ ഓക്സിലറി ഒക്കെ എവിടുന്ന, വേർബ് ഒക്കെ ഏത് രീതിയാണെന്ന് അറിയണമെങ്കിൽ ഓരോ ടെൻസിനും ഏത് ഓക്സിലറി ആണെന്ന് നമ്മൾ അറിയണം. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു, ഇവിടെ നമ്മൾ ടെൻസ് ഒന്നും പഠിക്കുന്നില്ല എന്ന്. അപ്പം നിങ്ങൾക്ക് ടെൻസ് അറിയണമെങ്കിൽ ഞാൻ എല്ലാ ടെൻസസും എടുത്തേക്കുന്ന എൻ്റെ പഴയൊരു വീഡിയോ ഉണ്ട്, അതിൻ്റെ പ്ലേലിസ്റ്റ് ഇപ്പോൾ ഇവിടെ വരും. നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓരോ ടെൻസസും കൃത്യമായിട്ട് പഠിക്കാം. അപ്പം ഇവിടെ ഞാൻ ഒരു പാറ്റേൺ ആണ് പറഞ്ഞു തരുന്നത്, അല്ലാണ്ട് ഈ ടെൻസോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞു തരുന്നില്ല. ഒരു പാറ്റേൺ, നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് ശ്രദ്ധിച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ആദ്യം നമ്മൾ ഡു വെച്ചിട്ടാണ് തുടങ്ങാൻ പോകുന്നത്. ഡു യു വാണ്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അത് നിനക്ക് വേണോ എന്നാണ് അർത്ഥം. ഡു യു വാണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചോദിച്ചാലും അത് വേണോ എന്നാണ്. ഡു യു വാണ്ട് കോഫി, നിനക്ക് കോഫി വേണോ. ഡു യു വാണ്ട് ടീ, ടീ വേണോ. ഡു യു വാണ്ട് ഫുഡ്, ഫുഡ് വേണോ. ഡു യു വാണ്ട് ചെയർ, കസേര വേണോ. ഡു യു വാണ്ട് എന്താണോ വേണ്ടത് അത്. അപ്പോ ഡു യു വാണ്ട് എന്ന് നിങ്ങൾ പറയുക. ഇനി എന്തെങ്കിലും സാധനം ആ ആൾക്ക് വേണോ എന്നാണ് ചോദിക്കുന്നെങ്കിൽ ആ സാധനത്തിന്റെ പേരും നിങ്ങൾ പറയുക. അപ്പൊ എന്തായി? നിങ്ങൾക്കത് വേണോ എന്നായി. ഇനി ഒന്ന്, നമുക്ക് അവിടെ വേർബ് കൊടുക്കണം. ഡു യു വാണ്ട് ടു സിറ്റ്, നിനക്ക് ഇരിക്കണോ. എങ്ങനെയാണ്? ഡു യു വാണ്ട് ടു സിറ്റ്, നിനക്ക് ഇരിക്കണം. ഡു യു വാണ്ട് ടു ഈറ്റ്, കഴിക്കണോ. ഡു യു വാണ്ട് ടു ഡ്രൈവ്, നിനക്ക് ഡ്രൈവ് ചെയ്യണോ. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ വേറൊരാൾക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ഹാൻഡ് ഓവർ ചെയ്യുമ്പോൾ നമുക്ക് ചോദിക്കാം, ഡു യു വാണ്ട് ടു ഡ്രൈവ്, നിനക്ക് ഡ്രൈവ് ചെയ്യണോ. ഡു യു വാണ്ട് ടു പ്ലേ, നിനക്ക് കളിക്കണോ. ഡു യു വാണ്ട് ടു ലവ്, ചിരിക്കണോ. അപ്പം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചതെല്ലാം ഈ ഡു യു വാണ്ട് ഉപയോഗിച്ചിട്ട് ഒരു നൗൺ ആണെങ്കിൽ അത് വേണോ എന്നായി. ഇനി ഡു യു വാണ്ട് ടു കഴിഞ്ഞിട്ട് വേർബിന്റെ ഫസ്റ്റ് ഫോമും കൂടി എടുത്തുമ്പോൾ ആ പ്രവൃത്തി ചെയ്. ഡു യു റിമെമ്പർ, ഓർമ്മിക്കുന്നുണ്ടോ നീ. ഡു യു റിമെമ്പർ മീ, എന്നെ ഓർക്കുന്നുണ്ടോ. ഡു യു റിമെമ്പർ മൈ നെയിം, എൻ്റെ പേര് ഓർക്കുന്നുണ്ടോ. ഡു യു റിമെമ്പർ ഹിം, അയാളെ ഓർക്കുന്നുണ്ടോ. ഡു യു റിമെമ്പർ ഹർ, അവളെ ഓർക്കുന്നുണ്ടോ. ഡു യു റിമെമ്പർ ദാറ്റ്, അത് ഓർക്കുന്നുണ്ടോ. അപ്പൊ എന്തെങ്കിലും നമുക്ക് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു റിമെമ്പർ, ബാക്കി എന്താണോ അത് നമ്മൾ ഓർത്താൽ മതി. ഡു യു റിമെമ്പർ ദിസ് സിറ്റുവേഷൻ, ഈ സിറ്റുവേഷൻ ഓർക്കുന്നുണ്ടോ. എന്തെങ്കിലും ആണ് നമുക്ക് ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കേണ്ടതെങ്കിൽ അവിടെ നമ്മൾ ഡു യു റിമെമ്പർ എന്ന്. യുവർ പാസ്വേഡ് ഓർക്കുന്നുണ്ടോ നീ നിന്റെ. ഡു യു റിമെമ്പർ വാട്ട് ഐ സെഡ്, ഞാൻ പറഞ്ഞത് എന്താണെന്ന് നീ ഓർക്കുന്നുണ്ടോ. ഡു യു റിമെമ്പർ വാട്ട് ഐ സെഡ്. ഡു യു റിമെമ്പർ ദ മീറ്റിംഗ് നീ ഓർക്കുന്നുണ്ടോ. അപ്പൊ എന്താണെങ്കിലും ഡു യു റിമെമ്പർ എന്ന് ചോദിക്കാം. ഇനി ഡു യു വാണ്ട് നമ്മൾ പഠിച്ചു, അതേപോലെ തന്നെ ഉപയോഗിക്കുന്നതാണ് നീഡ്. ഡു യു നീഡ്, കാരണം വാണ്ടിന്റെയും നീഡിന്റെയും ഉപയോഗം എന്ന് പറഞ്ഞാൽ വാണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ളത്, നീഡ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യമുള്ളത്. അത്രയും ഒരു വ്യത്യാസമേ ഉള്ളൂ. ഡു യു നീഡ് എന്ന് ചോദിച്ചാൽ മാത്രം മതി. ഇനി ഡു യു ഹാവ് എ പെൻ, ഒരു പേനയുണ്ടോ.
ഡു യു ഹാവ് എ കാർ? നിനക്ക് കാറുണ്ടോ? ഡു യു ഹാവ് എ ഹൗസ്? ഹൗസ് ഉണ്ടോ? ഡു യു ഹാവ് ടൈം? ടൈം ഉണ്ടോ? എന്തെങ്കിലും ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഡു യു ഹാവ്? ഹാവ് ആണ് ഉപയോഗിക്കുന്നത്. ഇനി വളരെ സിമ്പിൾ ആയിട്ട് ചോദിക്കാം, ഡു യു കുക്ക്? കുക്ക് ചെയ്യാറുണ്ടോ? ഡു യു പ്ലേ? നീ കളിക്കാറുണ്ടോ? ഡു യു വാച്ച് ടി വി? ടി വി കാണാറുണ്ടോ? ഡു യു പ്ലേ ക്രിക്കറ്റ്? ക്രിക്കറ്റ് കളിക്കാറുണ്ടോ? അങ്ങനെ എന്താ? ഡു യു ഗോ? നീ പോകാറുണ്ടോ? ഡു യു കം? വരാറുണ്ടോ? എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് അങ്ങനെ ചെയ്യാറുണ്ടോ പറയാറുണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ഈ ഡു യു ഉപയോഗിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഡു യു ഉപയോഗിച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചോദിക്കാൻ പറ്റും. എന്തെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്നോട് നിങ്ങൾക്ക് ചോദിക്കണം, നീ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണോ? ആർ യു ഷൂട്ടിംഗ് വീഡിയോ? ആർ യു ഷൂട്ടിംഗ്? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണോ? അതിന് നമ്മൾ ആർ യു വെർബ് ing കൊടുത്തു. ആർ യു ഷൂട്ടിംഗ്? ആർ യു ഗോയിങ്? നീ പോകുവാണോ? ആർ യു കമ്മിങ്? വരുവാണോ? ആർ യു സിറ്റിംഗ്? ഇരിക്കുകയാണോ? ആർ യു റീഡിങ്? വായിക്കുകയാണോ? ആർ യു പ്ലേയിങ്? കളിക്കുകയാണോ? മനസ്സിലായില്ലേ? ഏറ്റവും സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞത്. ഇനി ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നേരത്തെ കഴിഞ്ഞ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്ലേലിസ്റ്റും കൂടെ നിങ്ങൾക്ക് തരാം കേട്ടോ. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ്, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ച എന്നോണം നിങ്ങൾ ആ ക്ലാസ്സുകൾ നിർബന്ധമായിട്ടും കാണണം, വളരെ നിർബന്ധമായിട്ടും നിങ്ങൾ കാണണം. എന്നാലേ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്ന പാറ്റേൺ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടും മനസ്സിലാകത്തുള്ളൂ. ഇന്ന് നമ്മൾ പഠിച്ചത് വേണോ, ചെയ്യുമോ, ഓർക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന കാര്യങ്ങൾ. ഡു യു റിമെമ്പർ? ഡു യു വാണ്ട്? ഡു യു ഹാവ്? ഡു യു നീഡ്? ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ ചെയ്യാണോ എന്ന് ചോദിക്കുക, ആർ യു വെർബ് ing ആണെന്നാണ് നമ്മൾ പഠിച്ചത്. ഇനി അതല്ല പ്രൊഫഷൻ ചോദിക്കണം, ആർ യു നേഴ്സ്? നേഴ്സാണോ? ആർ യു ടീച്ചർ? നിങ്ങളൊരു ടീച്ചറാണോ? ആർ യു ഡോക്ടർ? നിങ്ങളൊരു ഡോക്ടറാണോ? ആർ യു ഡ്രൈവർ? നിങ്ങളൊരു ഡ്രൈവറാണോ? ആർ യു എ ഫാമർ? നിങ്ങളൊരു കൃഷിക്കാരനാണോ? ആർ യു എ ഹൗസ് മെയ്ഡ്? നിങ്ങളൊരു ഹൗസ് മെയ്ഡ് ആണോ? എന്താണോ? അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, ഇതൊരു ചെറിയൊരു ഭാഗം മാത്രമാണ്. അപ്പം ഞാൻ തന്ന ആ പ്ലേലിസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എന്താണ് ചോദിക്കേണ്ടതെന്ന് ഇപ്പം ഞാൻ പറഞ്ഞുതരാം. അതായത് നിങ്ങൾ ചോദിക്കണം, നീ അവനെ ഓർക്കുന്നുണ്ടോ? നീ അവനെ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്. നിനക്ക് ഈ ഷർട്ട് വേണോ? നിനക്ക് ഈ ഷർട്ട് വേണോ? പെട്ടെന്ന് കമൻറ്റ് ചെയ്യ്. നീ ഓഫീസിൽ പോകാൻ തുടങ്ങുവാണോ? നീ ഓഫീസിൽ പോകാൻ തുടങ്ങുകയാണോ? ഈ മൂന്നും പെട്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ മടി പിടിക്കരുത്. കുറച്ച് ക്ലാസ് ഒക്കെ കേട്ട് വിഷോ ബോറ് എന്ന് പറഞ്ഞ് നിങ്ങൾ മടി പിടിച്ച് പോകരുത്. പ്രത്യേകം ഇവിടെ നമ്മൾ ഗ്രാമർ ഒന്നും പഠിക്കുന്നില്ല, അതുകൊണ്ട് ഇവിടെ മടി പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അപ്പോൾ നിങ്ങൾ ഇത് വളരെ ഇൻട്രസ്റ്റോട് കൂടി തന്നെ പഠിക്കണം. ഇവിടെ നമ്മൾ ഗ്രാമർ അത്യാവശ്യം അറിയുന്ന ഇംഗ്ലീഷ് എങ്ങനെ സംസാരിക്കാം എന്നുള്ളത് മാത്രമേ നമ്മളിവിടെ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മടി കൂടാതെ തന്നെ ഇത് കാണണം. ഈ വീഡിയോയാണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോ ഇല്ലയോ എന്നും കൂടി ഉള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചെയ്യണേ. അപ്പോൾ എല്ലാവരോടും ബൈ ബൈ.